ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ലൈനിങ് ചുരിദാറാണ്. ലൈനിങ് ഒക്കെ വെച്ചിട്ട് ഒരു ചുരിദാർ എങ്ങനെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അതിനു മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക കേട്ടോ. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 മീറ്ററിൻ്റെ റോ കോട്ടൺ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. ഇതെനിക്ക് അത്യാവശ്യം വീതി വരുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിനെ ഫോൾഡ് ചെയ്ത് ഇടാൻ പോണത് ഇപ്പോൾ ഈ ഒരു രീതിയിലാണ്. ഞാൻ തുണിനെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്നത്. ഇവിടെ ഓപ്പൺ ആണ്, ഈ ഒരു ഭാഗം ക്ലോസ് ആയിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിനെ വീണ്ടും ഈ ഒരു വീതിയുടെ ഭാഗത്തേക്ക് തന്നെ ഒന്നുകൂടെ ഒന്ന് മടക്കിയിടുകയാണ്. ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ തുണി മടക്കിയിടാൻ പോണത്. ഈ ഒരു തുണി മടക്കിയിടുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടണ എത്ര വീതിയിലാണ് ഇത് മടക്കിയിടേണ്ടത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുരിദാറിൻ്റെ ഏറ്റവും വിട്ട് കൂടിയ ഭാഗം ഏതാണോ ആ ഭാഗത്തെ വിട്ടെടുത്തിട്ട് മടക്കിയിട്ടാൽ മതി. എനിക്കിപ്പോൾ എൻ്റെ ചുരിദാറിൻ്റെ ഏറ്റവും വിട്ട് കൂടിയ ഭാഗം എന്ന് പറയുന്നത് താഴ്ഭാഗത്താണ്. ഈ ഒരു ചുരിദാറിൻ്റെ ബോട്ടം വിട്ട് വരുന്നത് 12 ഇഞ്ചാണ്. അപ്പം ഞാൻ ആ ഒരു അളവ് നോക്കിയിട്ടാണ് ഇതിവിടെ മടക്കിയിടുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 13 ഇഞ്ച് എടുത്തിട്ട് ഇവിടെ മടക്കിയിടുകയാണ്. ഞങ്ങൾ മടക്കിയിടുമ്പോൾ എല്ലാ ഭാഗത്തും 13 ഇഞ്ച് ഇല്ലയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമ്മുടെ ചുരിദാറിൻ്റെ ഏറ്റവും വെട്ട് കൂടിയ ഭാഗമില്ല, അത് എത്രയാണോന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ തുണി മടക്കിയിടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് തുണി വേസ്റ്റായി പോവാതെ ലാഭിക്കാം. എനിക്കിപ്പോൾ ഇതേ ഈ ഒരു 2 മീറ്റർ ക്ലോത്ത് ഒന്നും ഇതിപ്പോൾ 2 ഡബിൾ ഫോൾഡ് ആയിട്ട് കിടക്കുന്ന തുണിയാണ്. ഇത്രയും എനിക്ക് ഇനിയിപ്പോൾ സ്ലീവിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനായിട്ട് ഉപയോഗിക്കാൻ കിട്ടും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ തുണി ഈ ഒരു രീതിക്ക് മടക്കിയിരുന്നത്. എനിക്ക് ഈ ഒരു ചുരിദാറിൻ്റെ ലെങ്ത്ത് വേണ്ടത് 40 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമുക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ 41.5 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്യാണ്. അതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് വെച്ച് കൊടുക്കാം. ലൈനിങ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ്. എല്ലാ ഭാഗവും കറക്റ്റായി വെച്ചതിന് ശേഷം ലൈനിങ് ക്ലോത്ത് 2 ഇഞ്ച് കുറച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ലൈനിങ് ക്ലോത്ത് ഒരു 39.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാണ്. ലൈനിങ് ക്ലോത്ത് 39.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. മെയിൻ ക്ലോത്ത് നമ്മൾ 41.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഞാനിപ്പോൾ ഇതിൻ്റെ ബാലൻസ് വരുന്ന ഈ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിങ്ങനെ ഇടുമ്പോൾ ഇതിൻ്റെ അടിയിലത്തെ ക്ലോത്ത് മടങ്ങിയിട്ടൊന്നല്ല, കറക്റ്റായിട്ട് നിവർന്നിട്ട് തന്നെ എടുക്കണമെന്നൊന്ന് ഉറപ്പ് വരുത്തണം. അതൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമ്മളിവിടെ ഷോൾഡർ അടിക്കാനുള്ള ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ ഷോൾഡർ വരുന്നത് 6.5 ഇഞ്ചാണ്. ആ ഒരു 6.5 ഇഞ്ച് തന്നെ താഴ്ഭാഗത്തേക്ക് കൈക്കുഴിയായിട്ടും ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനൊന്ന് നമുക്ക് നീട്ടി വരയ്ക്കാം. നീട്ടി വരച്ചതിന് ശേഷം ഇവിടെ നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടുത്തെ ചെസ്റ്റ് വരുന്നത് 36 അതിൻ്റെ 4 ഭാഗം 9 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് ഞാനിവിടെ മാർക്ക് ചെയ്യാണ്. ഇനി നമുക്ക് ആം ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈനിൻ്റെ പകുതി കാണാം. ശേഷം നമ്മൾ ഇവിടെ നിന്നൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു 3 പോയിന്റും കൂടെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് ആം ഹോൾ വരയ്ക്കാം. ഇനി അതെല്ലാന്ന് വെച്ചാൽ ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് വരച്ചെടുക്കാം. അതിനുശേഷം ബാക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യാം. അത് ഈ ഒരു രീതിയിൽ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ വരച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രഞ്ച് കർവ് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ വരയ്ക്കുക. ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്യണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ലൈനും ഒരുമിച്ചാണ് പോകാൻ പാടുള്ളൂ. നമുക്ക് കുറച്ച് താഴത്തേക്ക് ആക്കിയിട്ട് ജോയിൻ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ 2 ലൈനും ഒരുമിച്ചാണ് ഉണ്ടാവേണ്ടത്. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. വേസ്റ്റ് വരുന്നത് 13 ഇഞ്ചിലാണ്. അതിവിടെ ഒന്ന് മാർക്ക് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ചെസ്റ്റ് ലൈന് മാർക്ക് ചെയ്ത പോയിന്റിൽ
ചെസ്റ്റിനേക്കാൾ കൂടുതൽ ബ്രസ്റ്റ് വരുന്നുണ്ട് വെച്ചാൽ അതിന്റെ വിട്ടാണ് ഈ ഒരു ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ ടൈറ്റ് ആയി പോവും. എന്റെ ആം ഹോൾ വരുന്നത് 15 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 7.5 കിട്ടേണ്ടത്. അത് നമുക്കിവിടെ കിട്ടുന്നുണ്ടോന്നൊന്ന് നോക്കി നോക്കാം. എനിക്കിത് ഇവിടെ ഒരു പോയിന്റ് കൂടുതൽ വരുന്നുണ്ട്. അത് കുഴപ്പമില്ല. നിങ്ങളിത് കിട്ടണത് ഒരുപാട് കൂടുതലാണെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ ഈ ആം ഹോൾ വരച്ച ലൈനൊന്ന് കയറ്റി വരച്ചിട്ട് കുഴി വരച്ചു കൊടുക്കണം. അതല്ല ഇനിയിപ്പോൾ കൈക്കുഴി അളന്ന് നോക്കിയിട്ട് കുറവാണ് കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലൈനിനെ ഒന്നുകൂടെ താഴ്ത്തിക്ക് വരച്ചിട്ട് ആം ഹോൾ വരച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടും. ഈ കൈക്കുഴി കറക്റ്റായി കിട്ടിയില്ല വെച്ചാൽ നമുക്ക് ഡ്രസ്സ് ഇടുമ്പോൾ കക്ഷത്തിന്റെ അവിടെ നന്നായിട്ട് ടൈറ്റ് ഫീൽ ചെയ്യും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി അടുത്തത് ഇതിന്റെ സ്ലിറ്റ് വരുന്നത് 9 ഇഞ്ചിലാണ്. ഞാൻ ആ ഒരു ലൈനും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ വേസ്റ്റിന്റെ വിഡ്ത്ത് വരുന്നത് 33 ആണ്. 33ന്റെ 4 ഭാഗം എന്ന് പറയുമ്പോൾ 8.25 അത് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹിപ്പ് വരുന്നത് 40ആണ്. അതിന്റെ 4 ഭാഗം എന്ന് പറയുമ്പോൾ 10 ഇഞ്ച്. അതിന്റെ കൂടെ നമ്മൾ വെറും 1 ഇഞ്ച് മാത്രമാണ് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടുള്ളൂ. കാരണം നമ്മളിവിടെ മടക്കി അടിക്കുമ്പോൾ അര ഇഞ്ച് വെച്ചിട്ടാണ് അടിക്കുക. ഇല്ലെങ്കിൽ സ്ലിറ്റ് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഇവിടെ എപ്പോഴും 1 ഇഞ്ച് മാത്രം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കാം. ഇവിടെ എപ്പോഴും ഒരു കർവ് ആക്കിയിട്ട് കൊടുക്കണം. പോയിന്റ് ആയിട്ട് ഒരിക്കലും നിൽക്കാൻ പാടില്ല. ഇനി നമുക്ക് സ്ലിറ്റിന്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ ബോട്ടം വിഡ്ത്ത് വരുന്നത് ഇവിടെ ഞാൻ 11 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനേക്കാൾ 1 ഇഞ്ച് കൂട്ടിയിട്ട് 12 ഇഞ്ചിലാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണത്. ഇതിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ്. നമുക്കിതിനോട് മെയിൻ ക്ലോത്ത് വരെ ഈ ഒരു ലെവലിൽ തന്നെ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു അര ഇഞ്ച് ഒന്ന് കയറ്റി വരച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിന്റെ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എൻ്റെ നെക്കിന്റെ വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചാണ്. ഞാനിപ്പോൾ അതൊന്നൊരു 1/4 ഇഞ്ച് കുറച്ചിട്ട് 2.25 ഇഞ്ചിലാണ് വിഡ്ത്ത് മാർക്ക് ചെയ്യണത്. ലെങ്ത് വരുന്നത് നെക്ക് വരുന്നത് 6 ഇഞ്ചാണ്. അതൊന്നൊരു 1/4 ഇഞ്ച് കുറച്ചിട്ട് 5.25 ഇഞ്ചിൽ തന്നെയാണ് മാർക്ക് ചെയ്യണത്. അതിനുശേഷം നമുക്കിതൊരു ബോക്സ് ആക്കിയിട്ട് വരയ്ക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു വൈഡ് ആയിട്ടുള്ളൊരു യൂനെക്കാണ് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ചുരിദാറിന്റെ ബാക്ക് നെക്ക് വരുന്നത് 3 ഇഞ്ചാണ്. അത് നമ്മളൊരു യൂനെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇതിപ്പോ ഞാൻ ഈ ഒരു ലൈനിങ് ക്ലോത്തിൽ നെക്ക് അടിച്ചിട്ട് മറയ്ക്കണ ഒരു രീതിയിലാണ് ചെയ്യണത്. ഇപ്പൊ അതായത് നമ്മുടെ മാർക്കിങ് എല്ലാം കഴിഞ്ഞുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു സ്ലിറ്റ് തയ്ക്കുന്ന ഭാഗം എല്ലാം കൂടെ ചേർത്ത് പിടിച്ചിട്ട് ഒരു കട്ടിട്ട് കൊടുക്കാം. ഈ ഒരു പോയിന്റ് കട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മളിനി ഇതിലെ ബാക്ക് പാർട്ട് ഒന്ന് മാറ്റി വെക്കുകയാണ്. ഫ്രണ്ട് ആദ്യം കട്ട് ചെയ്യാം. അതിനുശേഷം ഫ്രണ്ട് ആം ഹോളൊന്ന് ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രണ്ട് പാർട്ടും കുഴിച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സ്ലീവ് എങ്ങനെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ക്ലോത്ത് ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ മടക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനെ വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കുകയാണ്. ഈ ഒരു സ്ലീവിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. ഞാൻ അതിന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് 13.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു സ്ലീവിന്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണിയുടെ ബാക്ക് ആം ഹോളാണ്. ഫ്രണ്ട് ആം ഹോൾ എടുത്തിട്ട് കാര്യമില്ല. അത് നമ്മൾ കുഴിച്ച് വെട്ടിയതാണ്. അപ്പോൾ ഈ ഒരു ബാക്ക് ആം ഹോൾ എടുക്കുക. ശേഷം നമ്മളൊന്ന് അളന്ന് നോക്കുക. മുകൾ ഭാഗം തൊട്ടിട്ട് തന്നെ അളക്കാം കേട്ടോ. എനിക്കിവിടെ കറക്റ്റ് 10 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലീവിന്റെ വിഡ്ത്തായിട്ട് ഈ 10ൽ നിന്ന് 1 കുറച്ചിട്ട് 9 ഇഞ്ചിലൊന്ന്
മാർക്ക് ചെയ്ത് കൊടുക്കാം. 9 ഇഞ്ചിൽ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു മുകൾ ഭാഗത്ത് നിന്ന് നമ്മളൊരു 3.5 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊരു കോമൺ മെഷർമെന്റ് ആണ്. 3 ഇഞ്ച് 3.5 ഇഞ്ചൊക്കെ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ സ്ലീവ് ഇപ്പോൾ ഇവിടെ ക്ലോസ് ആയിട്ടുള്ള ഭാഗമാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യണം കേട്ടോ. ഇവിടെ നിന്ന് നമ്മളൊരു 1 ഇഞ്ചൊന്ന് വിട്ടതിന് ശേഷം ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടേക്കാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും സ്ലീവ് വെട്ടുമ്പോൾ ഒരു സംശയമൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതൊക്കെ ഇതുപോലെ ഈ ഒരു രീതിയിൽ ചെയ്താൽ ഈ സ്ലീവ് വെട്ടുമ്പോൾ ഒരു സംശയം വേണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളതിൻ്റെ ലെങ്ത് ഒന്ന് അളന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ 9 ഇഞ്ചാണ് വരുന്നത്. അപ്പം ഞാനിവിടെ അതിൻ്റെ പകുതി മാർക്ക് ചെയ്തു. ശേഷം ഇനി നമ്മൾ ഈ ഒരു ഹോൾ കർവ് വെച്ചിട്ട് ഇവിടെ നിന്ന് ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹോൾ കർവ് ഇല്ലയെന്ന് വെച്ചാലും ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരച്ചിട്ട് വരാം. അതിനുശേഷം ഇവിടേക്ക് ഈ ഒരു പകുതിയിൽ ഇവിടെ ഒരു 4.5 വരുന്ന അതിൻ്റെ പകുതി 2.25 മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഇനി ഒരു 1/2 ഇഞ്ച് താഴ്ഭാഗത്തേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഇത് ഇങ്ങനെ രീതിയിൽ ആണെങ്കിലും വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരയ്ക്കുക, ഒരു കുഴപ്പമില്ല. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ബോട്ടം എടുത്ത് തന്നെ 10 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 5 പ്ലസ് ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടേക്ക് ചേർത്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് നമ്മുടെ കൈക്കുഴി 10 ആയിരുന്നു. അതിവിടെ കിട്ടണില്ലെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കുഴിച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് വരയ്ക്കുക. ശേഷം നമ്മളിത് ഈ ഒരു രീതിയിൽ വരച്ച് നമുക്ക് ഫ്രണ്ട് പാർട്ട് നമ്മൾ കുഴിച്ച് വരച്ചിട്ടുണ്ട്. ഈ ഒരു സ്ലീവിന് എനിക്ക് ഇവിടെ ലൈനിങ് വെച്ച് കൊടുക്കണില്ല കേട്ടോ. നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യം നമ്മൾ കട്ട് ചെയ്യാണ്ട് ബാക്ക് പാർട്ടാണ്. ഇവിടുത്തെ തയ്യൽ തുമ്പ് നമ്മൾ ഇതിൻ്റെ ഉൾഭാഗത്തേക്കാണ് കേട്ടോ വരേണ്ടത്. കാരണം നമ്മളവിടെ അളക്കുമ്പോൾ തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ടായിരുന്നു അളന്നിട്ടുണ്ടായിരുന്നത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനെ സ്ലീവിനൊന്ന് നിവർത്തിയിട്ടിട്ട് ഇത് നമ്മുടെ പൊട്ടഭാഗമാണ്, ഇതും ചീത്തഭാഗമാണ്. നല്ല ഭാഗമാണ് ഒരുമിച്ച് കിടക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മൾ രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കാൻ. ഇനി ഇവിടെയാണ് നമ്മൾ കുഴിച്ച് വെട്ടിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു നോച്ചിട്ട് കൊടുക്കുക. ലൈനിങ് ചുരിദാറിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മളിവിടെ നെക്കാണ് അടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല ഭാഗത്തേക്ക് ലൈനിങ്ങിൻ്റെ നല്ല ഭാഗം ചേർത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മളൊരു 1/4 ഇഞ്ചിലാണ് നെക്ക് അടിച്ചെടുക്കണത്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബിഗിനേഴ്സ് ആകുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി, അല്ലാത്തവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഒരു പിന്ന് കുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങി പോവാണ്ടിരിക്കാൻ നമ്മളൊരു പിന്ന് കുത്തി കൊടുക്കുകയാണ്. ബാക്ക് പാർട്ട് നമ്മൾ ഇതേ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇതാ നേരെ ഇനി നമ്മൾ ഈ ഒരു വരച്ച വരയിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ഭാഗമൊക്കെ വരുമ്പോൾ നീഡിലിൽ കുത്തി നിർത്തിയതിന് ശേഷം തുണീനെ പതുക്കെ തിരിച്ചു കൊടുക്കുക. ഇനി നമുക്ക് പിന്നെ ഇതവിടെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കണം. ത്രെഡ് കട്ടാവാതെ നമ്മൾ നോക്കണം കേട്ടോ. ഇതിന് ശേഷം നമ്മളിതിനെ ഈ ഒരു രീതിയിൽ മറിച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക.
ഇത് ഫ്രണ്ട് പാർട്ടാണ്. ബാക്ക് പാർട്ടിൽ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ കട്ടിങ് കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇനിയിപ്പോൾ ഫ്രണ്ട് പാർട്ടിന്റെ നെക്ക് അടിച്ചെടുക്കുകയാണ്. നമ്മൾ ഈ ഫ്രണ്ട് പാർട്ട് നെക്ക് ഇങ്ങനെ അടിച്ചെടുത്തു ശേഷം നമ്മളിനി ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ബാക്ക് പാർട്ടിന്റെ നല്ല ഭാഗം ഈ ഒരു രീതിയിൽ വെക്കുക. എന്നിട്ട് അതിലേക്ക് ഫ്രണ്ട് പാർട്ടിന്റെ നല്ല ഭാഗം ചേർത്ത് വെക്കുക. ഈ ഒരു ബാക്ക് പാർട്ടിന്റെ ഈ ഒരു ഭാഗത്തേക്ക് ഫ്രണ്ട് പാർട്ട് ഈ ഒരു അടിപ്പില്ലേ സ്റ്റിച്ചിലേക്ക് ചേർത്ത് വെച്ചതിന് ശേഷം ഇതിന് നേരെ ബാക്കിലേക്ക് തയ്യൽ തുമ്പ് എല്ലാം കൂടെ ഈ ഒരു ഭാഗത്തേക്ക് നേരെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. 1/2 ഇഞ്ചായിരുന്നു നമ്മളിവിടെ തയ്യൽ തുമ്പ് ഇട്ടുണ്ടായിരുന്നു. 1/2 ഇഞ്ച് കറക്റ്റായിട്ട് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഷോൾഡർ അതവിടെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ ഇനി അടുത്ത ഷോൾഡർ നമുക്ക് അടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ബാക്ക് പാർട്ടിന്റെ നെക്ക് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നെക്ക് നമ്മളിവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കറക്റ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്ലീവ് ടച്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ സ്ലീവിന്റെ സെന്റർ പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗം ഒന്ന് നിവർത്തി വെക്കുക. കറക്റ്റായി വെച്ചതിന് ശേഷം സ്ലീവിന്റെ നല്ല ഭാഗവും കൂടെ ചേർത്ത് ഇത് ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക്. നമ്മൾ ഫ്രണ്ടിന്റെ സ്ലീവാണ് കുഴിച്ചു വെട്ടിക്കുന്ന. ഫ്രണ്ട് ആം ഹോളും കുഴിച്ചു വെട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റും കുഴിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ട് പീസിലേക്ക് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളിത് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് സെന്ററിൽ നിന്നാണ് അടിച്ചു തുടങ്ങേണ്ടത്. ഇവിടെ നിന്ന് തുടങ്ങി നമ്മളിത് പതുക്കെ ഇങ്ങനെ ഒട്ടും വലിക്കുകയൊന്നും ചെയ്യാതെ കറക്റ്റായിട്ട് അടിച്ചാൽ നമുക്കിത് ഇവിടെ കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടും. അതേപോലെ ഇവിടെ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തിരിച്ച് ഈ ഒരു ഭാഗത്ത് നമ്മൾ സെൻറ്റർ പിടിച്ചിട്ട് ഇവിടേക്ക് അടിക്കുക. അതിന് മുന്നേ നമ്മൾ ഈ സ്ലീവിന്റെ ഇവിടെ ഒന്ന് അരയിഞ്ച് വെച്ചിട്ടൊന്ന് മടക്കി അടിക്കാൻ മറക്കരുത്. അപ്പൊ ഇനി നമുക്ക് സ്ലീവ് എങ്ങനെ ജോയിൻ ചെയ്യാന്ന് നോക്കാം. ഇനിയിപ്പോ നിങ്ങൾ ബിഗിനേഴ്സ് ഒക്കെ ആണ് അടിക്കാൻ ബുദ്ധിമുട്ടാണ് കറക്റ്റ് ആയിട്ടൊന്ന് പിടിച്ചിട്ട് ഈ ഒരു രീതിക്ക് പതുക്കെ പിടിച്ച് അധികം വലിക്കൊന്നും ചെയ്യാതെ കറക്റ്റായി പിടിച്ച് നമ്മളൊരു പിന്നിങ്ങനെ കുത്തി വെച്ചു കൊടുക്കുക. ഈ ഒരു രീതിക്ക് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്കും ഇതേ രീതിയിൽ തന്നെ പിന്നെ ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് അതിന് ശേഷം വേണമെങ്കിൽ ഫുള്ളായിട്ട് അടിച്ചു വരാം. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം ആ ഒരു രീതിയിൽ നിങ്ങൾ അടിച്ചെടുത്താൽ മതി. ഞാൻ ഇനിയിപ്പോൾ അത് ജോയിൻ ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ സ്ലീവിന്റെ അടിഭാഗം ഒന്ന് അരയിഞ്ച് വെച്ചിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യാണ്. സെൻറ്റർ ഭാഗത്തു നിന്നാണ് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് അരയിഞ്ചിലൊന്ന് അടിച്ചു വരികയാണ്. ഒരു ഭാഗം അടിച്ചതിന് ശേഷം നമ്മൾ അതിനെ നേരെ മറിച്ചിട്ടിട്ട് സെൻറ്ററിൽ നിന്ന് തന്നെ വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് വരികയാണ്. നമ്മൾ തയ്യൽ തുമ്പ് എത്രയാണ് വിട്ടത് അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരാൻ. ഒരിക്കലും പിടിച്ച് വലിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് തന്നെ നമ്മളിത് ഈ സ്ലീവ് നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓപ്പോസിറ്റ് സ്ലീവും ഇതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മളിവിടെ ബോഡി പാർട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് താഴെ സ്ലിറ്റിന്റെ ഭാഗം വരെ അടിച്ചു നിർത്താം. നമുക്കിനി അടുത്ത ഭാഗം ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ സ്ലീവ് വെച്ചത് കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ഈ ഒരു 2 പോയിന്റും കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അത് തയ്യൽ തുമ്പ് കറക്റ്റ് അരയിഞ്ച് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് 2 സ്ലീവിൻ്റെ ആ ഭാഗം ഒരേപോലെ കിട്ടും. ഇനി നമുക്ക് സ്ലിറ്റ് വരെ അടിച്ചിട്ടൊന്ന് കെട്ടിട്ട് നിർത്താം. ഇവിടെ നമ്മുടെ സ്ലീവും ബോഡി പാർട്ടും
വരെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുന്നായിട്ട് നമ്മൾ ഇവിടെ ഒരു അരയിഞ്ച് വെച്ചിട്ട് ഈ ലൈനിങ് ക്ലോത്ത് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം. നമ്മൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കി നിങ്ങൾക്ക് ഇങ്ങനെ മടക്കിയിട്ട് കിട്ടണില്ലാത്തത് ഇങ്ങനെ വെച്ചിട്ട് ഓരോ പിൻ കുത്തി കൊടുത്തിട്ട് ഫുള്ളായിട്ട് പിൻ കുത്തി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന ഇവിടെ എത്തുമ്പോൾ നമ്മളിത് ഇവിടെ ഈ ഒരു പോയിന്റ് ഇല്ല, ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് വേണ്ട, ഒരു പോയിന്റ് ഒന്ന് കയറ്റിയിട്ട് നമ്മൾ നീഡിലിനെ ഇവിടെ കുത്തി നിർത്തിയിട്ട് നേരെ ഈ ഭാഗത്തും ഇതാ കറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്ന് ഇവിടെ നിന്ന് നീഡിലിനെ കുത്തി നിർത്തുന്നത് നേരെ ഈ ഭാഗത്തേക്ക് ഈ ഒരു രീതിയിൽ തന്നെ താഴത്തേക്ക് അടിച്ചു പോവുക. നമുക്കിനി ആദ്യം ഈ ലൈനിങ് തുണിയുടെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ 1 ഇഞ്ച് തന്നെയായിരുന്നു തയ്യൽ തുമ്പ് ഇട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇനി നമുക്ക് സ്ലിറ്റിന്റെ ഭാഗം തയ്ച്ചു തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ലൈനിങ് ക്ലോത്തും നല്ല തുണി കൂടെ ഒരുമിച്ച് പിടിക്കുക. എന്നിട്ട് ആദ്യം 1/2 ഇഞ്ച്, ഈ തുണിയുടെ കുഴപ്പമാണ് കേട്ടോ, അതിങ്ങനെ പോന്നുകൊണ്ടേയിരിക്കും. ആദ്യം 1/2 ഇഞ്ചിലൊന്ന് മടക്കുക. വീണ്ടും നമ്മൾ 1/2 ഇഞ്ച് വെച്ച് മടക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് കൂടെ നമ്മളിത് ഇങ്ങനെ അടിച്ചു പോരുക. ഈ ഒരു ഭാഗം എത്തുമ്പോൾ നമ്മൾ ഇതിന് താഴത്തെ പീസിനെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ടത് ഈ ഒരു ഭാഗം ഇവിടെ നിന്നൊരു 2 പോയിന്റ് മുകളിലേക്ക് ആക്കിയിട്ട് ഇവിടെ സൂചി കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മളത് സൂചിനെ പൊന്തിക്കാതെ പ്രഷർ ഫൂട്ട് പൊന്തിച്ചിട്ട് തുണീനെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തുണീനെ നേരെ ഇങ്ങനെ നിവർത്തിയിടുക. ശേഷം നമ്മളത് ഇവിടെ 1/2 ഇഞ്ച് വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളത് ഇപ്പോൾ വരച്ചില്ലേ ആ ഒരു പോയിന്റിലേക്ക് കറക്റ്റായിട്ട് കൊടുന്ന് കുത്തി നിർത്തുക. അതിനുശേഷം പുറത്തെ ഭാഗം ഇതേ മെത്തേഡിൽ തന്നെ താഴേക്ക് അടിച്ചു പോകും. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ഒരു പിന്നും അത് കുത്തി വെച്ചിട്ട് അടിക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നോളും. അവിടെ വേറെ ഒന്നും നോക്കാനില്ല, നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പിട്ട് ആ ഒരു തുമ്പിനനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു പോന്നാൽ മതി. ഇവിടെ തയ്യൽ തുമ്പൊക്കെ കൂടുതലാകുമ്പോഴാണ് നമുക്ക് സ്ലിറ്റ് പിരിഞ്ഞിട്ടൊക്കെ വരും. ഒരൊറ്റ നേരം നമ്മൾ സ്ലിറ്റ് അടിച്ചെടുത്തു. സ്ലിറ്റ് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഇതേപോലെ തന്നെ അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ 2 ഭാഗത്തെ സ്ലിറ്റും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 1/2 ഇഞ്ചിലൊന്ന് മടക്കുക, വീണ്ടും ഒന്നുകൂടെ മടക്കുക, ഒന്ന് കെട്ടിട്ടിട്ട് അടിച്ചു തുടങ്ങാം. അടിഭാഗം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആദ്യമൊക്കെ നമ്മളെല്ലാവരും ഇതിന്റെ സൈഡിൽ കൂടെ ഒരടി ഇങ്ങനെ കൊടുത്തിട്ട് ഫുള്ളായിട്ട് അടിച്ചു പോന്നായിരുന്നു, ഇങ്ങനെ ഈ തറ്റത്ത് കൂടെ ഇങ്ങനെ പിടിച്ചിട്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ ആരും അധികം ചെയ്യണമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൈനിങ് ചുരിദാർ. ഇത് കണ്ട് ഇതുപോലെ നിങ്ങളൊക്കെ ഇതാണ് നമ്മുടെ ചുരിദാറിന്റെ ഒരു ഫൈനൽ ലുക്ക്.